ടൈറ്റിൽ മുൻചിന്തനം ഭാഗം 3 അവസാന ഭാഗം. ബാഹ്യദൃശ്യങ്ങൾ, ദിവ്യരാജ്യം, ദൈവത്തിന്റെ രാജധാനി, കാലാതീതമായ ഒരു പകലിൽ. 1000 വർഷങ്ങൾ കടന്നുപോയി. ദൈവം ഉറങ്ങിയിരുന്ന രാജധാനി കുലുങ്ങുന്നു, ചുവട് പൊട്ടുന്നുവെന്ന പോലെ സ്വർണമണിച്ചിരങ്ങൾ ചുമരുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു. പുറത്തെ നക്ഷത്രങ്ങൾ നീങ്ങുന്നു. ഒരു ഭൗതികാധാര കുലുക്കം ലോകങ്ങൾക്കിടയിലായി വിറയിപ്പിക്കുന്നു. നാരേറ്റർ വി. ഒ. ഒരു ദിവസം ആ മൗനം തകർന്നു. കുലുക്കം. നാശം കൊണ്ടല്ല, വിധിയിലൂടെ. ആന്തരദൃശ്യങ്ങൾ, ദൈവത്തിന്റെ ചാമ്പർ ഉണരുന്ന നിമിഷം. ദൈവം ഉണരുന്നു, അനന്തമായ ശക്തിയാൽ കണ്ണുകൾ പ്രകാശിക്കുന്നു. ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഒരു പ്രകാശമേറിയ ആത്മാവിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുന്നു, പരിപൂർണമായ പെൺകുട്ടി. അവളുടെ സാന്നിധ്യം സാന്ദ്രതയിൽ നീണ്ടുനിൽക്കുന്ന ഒരു വിളക്കുപോലെ കാലത്തെയും അന്തരീക്ഷത്തെയും സ്വയം ചെയ്യുന്നു. നാരേറ്റർ വി. ഒ. അവൾ ജനിച്ചു. അവളാണ് ആ ആത്മാവ് പൂർണ്ണമായത്. നിത്യസ്നേഹത്തിന്റെ പെൺകുട്ടി. ബാഹ്യദൃശ്യങ്ങൾ, ഭൂമി, ആധുനിക ലോകം. 1 വർഷം മുമ്പ് ദൈവം വീണ്ടും ഭൂമിയിലേക്ക് കയറി വരുന്നു, ഈ വേളയിൽ ഒരു യുവാവായി. ഈ സമയം ഉദ്ദേശത്തോടെ. അവൻ ലോകം വീണ്ടും ഒരു തവണ വളരുന്നത് കാണുന്നു, അവൾ വളരുന്നത് കാത്തിരിക്കുന്നു. മൊണ്ടാജ്. പെൺകുട്ടി ബാല്യത്തിൽ, അറിയാതെയായും ചെറിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്. ദൈവം ദൂരത്തിൽ നിന്നു കാണുന്നു, മറഞ്ഞു, സംരക്ഷിച്ചു. അവർ ഒടുവിൽ കാണുന്നു, കണ്ണുകൾക്കായി കണ്ണ്, ലോകം ചുറ്റുവട്ടത്തിൽ ഒള്ളുന്നു. സമയം നിലയ്ക്കുന്ന പോലെ തോന്നുന്നു. നാരേറ്റർ വി. ഒ. അവർ വളർന്നപ്പോൾ അവരുടെ ഇടയിലെ ദൈവിക ആകർഷണം ശക്തിയടഞ്ഞു. അവളുടെ ആത്മാവ് അവനെ തിരിച്ചറിയുന്നു, even before she knew why. ബാഹ്യദൃശ്യങ്ങൾ, വെളിച്ചത്തിന്റെ തോട്ടം, പുതുതായി ദൈവത്തിന്റെ രാജധാനി. ഇപ്പോൾ ദൈവം അവളോട് തന്നെ തെളിയിക്കുന്നു, അവളെ തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി അത് ഒറ്റപ്പെട്ട കാവല്ല, ഗാലക്സികളാൽ വിരിഞ്ഞിരിക്കുന്ന തോട്ടം, നിറങ്ങളാലും ജീവിതത്താലും കിളിർക്കുന്ന നിത്യലോകം.